Assalamualaikum. Alhamdulillah. അപ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിൽ ഡെഫിനറ്റ്ലി 100% ഐ എം ഷുവർ എല്ലാവരുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടാവും. വളരെ ഡള്ളായിട്ടുള്ള മൊമെന്റ്സിൽ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് എൻ്റെ പേർപ്പസ് ഓഫ് ലൈഫ്. ഞാനിങ്ങനെ കോളേജിൽ പോകണു, സ്കൂളിൽ പോകണു, ജോലി ചെയ്യണു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാവണം, മക്കളായിട്ട് കുസ്തി പിടിക്കുന്നു, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണു, and then neighbors, then society, and finally one day you die. അപ്പം നമ്മൾ എനിക്ക് എന്താണ് നമ്മളുടെ പേർപ്പസ്? സുബ്ഹാനല്ലാഹ്, ഭയങ്കര എനിക്കത് ഇസ്ലാം ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്നെ നയിച്ചുകൊണ്ടിരുന്ന എൻ്റെ ശരികളും തെറ്റുകളാണ്. അന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ലോ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യു ഹാവ് ദ സർട്ടൻ തിങ്സ് വിച്ച് യു ആർ സപ്പോസ് ടു ഡു, സർട്ടൻ തിങ്സ് വിച്ച് യു ആർ നോട്ട് സപ്പോസ് ടു ഗോ നിയർ. ഇതൊന്നും എനിക്ക് അത്ര വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ഓഫ് ഇസ്ലാം ഓൾസോ. അപ്പോൾ ഈ ബിഫോർ ഇസ്ലാം എനിക്ക് ഈ ഡൾ മൊമെന്റ്സ് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ യൂസ് ടു ഡു സംതിങ് ആൻഡ് എൻ്റെ ശരികളും തെറ്റുകളും എന്നെ നയിച്ചുകൊണ്ടിരുന്നു. ബട്ട് വെൻ ഐ റിയലൈസ്ഡ് അബൌട്ട് ഇസ്ലാം, ദാറ്റ് വാസ് എൻ ഐ ഓപ്പണിങ്. ഞാനത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാന്നല്ല, നിങ്ങളിങ്ങനെ വിഷ്വലി ഇമാജിൻ ചെയ്താൽ മതി. ലൈക്ക് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭൂമി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കണം. അവിടെ എല്ലാ ഫെസിലിറ്റീസും, ഇപ്പം നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകില്ലേ, വിത്ത് ഓൾ ഫെസിലിറ്റീസ്. ഇവിടെ അതേപോലെ പഠിച്ചൊരു ബ്യൂട്ടിഫുൾ സ്ഥലം നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുകയാണ്. സൺ, മൂൺ, ലൈറ്റ്, വാട്ടർ, ആനിമൽസ്, ട്രീസ്, യുവർ പാരൻസ്, യുവർ കെയർസ് ആൻഡ് പീപ്പിൾ അറൌണ്ട് യു. ഓൾ ദീസ് ആർ പ്രോപ്പർട്ടീസ് ഫോർ അസ്. ഓക്കെ, ഇതെല്ലാം പഠിച്ചോ നിങ്ങൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മളോട് പഠിച്ചോ പറയാണ്, നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുക, ഒരു വലിയ മോളിൽ നിന്ന് നോക്കുക കേട്ടോ, ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ താഴെ ഇങ്ങനെ ഭൂമി, അവിടെ കുറെ ക്രീച്ചേഴ്സ്, എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറന്ന് നടക്കണം. ഓക്കെ, പല കാര്യങ്ങളായിട്ട് ബിസിയായിട്ട് നടക്കുകയാണ്, എന്തൊക്കെയോ നേടാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ പഠിച്ചോ ഖുർആനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സൂറ അദ്ദാരിയത്ത് ആയ നമ്പർ 56, ഇഫ് ഐ എം നോട്ട് റോങ്. ഓക്കെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല മനുഷ്യനെയും ജിന്നിനെയും, ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ്? എക്സെപ്റ്റ് ടു വർഷിപ്പ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ പേർപ്പസ്, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബോട്ടിൽ, ഇതിനൊരു പേർപ്പസ് ഉണ്ട് അല്ലെ? എൻ്റെ വാച്ച്, ഇറ്റ് ഹാസ് എ പേർപ്പസ്. ഓക്കെ, ദിസ് സ്കാർഫ് ഹാസ് എ പേർപ്പസ്, റൈറ്റ്? എല്ലാത്തിനും പേർപ്പസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത്രയും ബുദ്ധിയും വിവരവും നമ്മളുടെ കണ്ണ്, മൂക്ക്, കൈ, കാല്, എല്ലാ സാധനങ്ങളും പഠിച്ചു തന്നിട്ട്, ആൻഡ് കെൻ യു ബിലീവ് ദാറ്റ് ദർ ഇസ് നോ പേർപ്പസ് ഫോർ us ഇൻ ദിസ് ലൈഫ്? ഇമ്പോസിബിൾ, റൈറ്റ്? അപ്പോൾ പഠിച്ചോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വിത്ത് ഓൾ ഫാക്കൽറ്റീസ്, വിത്ത് ഓൾ ഫെസിലിറ്റീസ് ഞാൻ വിട്ടിരിക്കുകയാണ് നിങ്ങളെ ഭൂമിയിലേക്ക്. ആൻഡ് വാട്ട് ആർ യു സപ്പോസ് ടു ഡു? യു ആർ സപ്പോസ് ടു വർഷിപ്പ് മീ. ബട്ട് ഹൗ ഡു യു വർഷിപ്പ് മീ? അപ്പോൾ പഠിച്ചോ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ തരും, നല്ലത് ചീത്ത. ഓക്കെ, പക്ഷേ യു ഹാവ് ടു യൂസ് ഓൾ ദീസ് പരീക്ഷണങ്ങൾ ടു വർക്ക് ടുവേർഡ്സ് ഗെറ്റിംഗ് ക്ലോസർ ടു അല്ലാഹ്. ദാറ്റ് ഈസ് വാട്ട് അല്ലാഹ് ഹാസ് ആസ്ക്ഡ് us. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു. പ്രശ്നം വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇത് കരയാം അല്ലേ, എന്നിട്ട് പറയാം എന്തിനാണ് പടച്ചോനെ എനിക്കിത് തന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, വൈ മീ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ നമുക്ക് ഈ സെയിം സാധനം സബറോടുകൂടി, അല്ലാഹ്, ഐ നോ ദർ ഇസ് എ വിസ്ഡം ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ഐ ലവ് യുവർ വിസ്ഡം, ഐ നോ യു ആർ ദ ബെസ്റ്റ് പ്ലാനർ, സോ ഐ എം ഗിവിംഗ് ദ സ്ട്രെങ്ത് ടു ബെയർ ദിസ്, ഗെറ്റ് ത്രൂ ഇറ്റ് ആൻഡ് വർക്ക് വിത്ത് ഇറ്റ് towards you, so that I can be proud in front of you when I see you on the day of judgment. ആ ഒരു ഓപ്ഷൻ കൂടെ നമുക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറേ പൈസ പഠിച്ചു തന്നു, അല്ലെങ്കിൽ കുറേ സമയം നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്. പൈസ വന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാം, പഠിച്ചവന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ പഠിച്ചവന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, ഹലാലായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം, നമ്മൾക്ക് തന്നെ പലരെയും ഹെൽപ്പ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ ഹറാം മാറ്റി വെച്ചിട്ട് എല്ലാം പഠിച്ചും പറഞ്ഞ രീതിയിൽ നമുക്കത് സ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ സമയം ഒരുപാടുണ്ട്, നമുക്ക് അടിച്ചു പൊളിച്ച് കറങ്ങി നടന്ന് ഉള്ള വൃത്തികളൊക്കെ ചെയ്ത് ജീവിക്കാം. പക്ഷെ അതേസമയം നിസ്കാരം, നോമ്പ്, കാര്യങ്ങളെല്ലാം ചെയ്ത് ബാക്കി സമയം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്ത്, നോട്ട് ഫൈനാൻഷ്യലി, അല്ലാതെ ഹെൽപ്പ് ചെയ്ത് പഠിച്ചതിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം, അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് സബറോടുകൂടി നിന്നിട്ട് പഠിച്ചോണിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പഠിച്ചോൻ പറയുന്നത്, നിങ്ങളെ ഞാൻ വിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, എല്ലാവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിഫറെൻ്റ് ആണ്. നിങ്ങളത് വർക്ക് ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക, എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക,
come to me. I'll make sure that you are happy there. Extremely happy there. Subhanallah. അപ്പം നമ്മുടെ ജീവിതത്തിൽ പർപ്പസ് ആയില്ലേ? എന്താ പർപ്പസ്? ടു വർഷിപ്പ് അല്ലാഹ് വിത്ത് ഓൾ ദി സിറ്റുവേഷൻസ് യു ഹാവ്, വിത്ത് ഓൾ ദി പീപ്പിൾ അറൗണ്ട് യു. നമ്മുടെ പാരൻസിനെ നമുക്ക് അവരെ പുച്ഛിച്ചു വിടാം, നമുക്ക് അവരെ സ്നേഹിക്കാൻ പഠിച്ച ഖുറാനിൽ പറഞ്ഞ പോലെ ഇല്ലേ? അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഫോർ യു. യു വിൽ ബി ബ്ലെസ്ഡ് വിത്ത് മോർ ബറക്ക. ബട്ട് if you ignore that, then you are in trouble. So why are we here? What is our purpose? To worship Allah. It's as simple as that. Beautiful, right?